മക്കളെ, ചാന്ദ്രദിന ക്യൂസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ചോദ്യങ്ങൾ ടീച്ചർ പറഞ്ഞുതരാവേ. അല്ലെ, നമ്മള് ചന്ദ്രനെ കുറിച്ചുള്ള ആകാംക്ഷ അല്ലെ, കൗതുകത്തോടെയുള്ള നോട്ടം നമ്മളെ എപ്പോഴും പണ്ട് മുതൽ തുടങ്ങിയതാണ്. അമ്പിളി അമ്മാവാത്ത മരക്കുമ്പിളിൽ എന്തുണ്ട്, ഈ അമ്പിളി മാമനിൽ എന്താണുള്ളത് എന്ന് അറിയാനുള്ള ആകാംക്ഷയുടെ ഭാഗമായിട്ട് നമ്മൾ കുറെ പേരെ ചന്ദ്രനിലേക്ക് അയക്കാനുള്ള ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ട് അല്ലെ. ഇന്ത്യയിൽ നിന്നല്ലെങ്കിലും ചന്ദ്രനിൽ ഇറങ്ങിയ മനുഷ്യരുണ്ട്. അതൊക്കെ എല്ലാം നമുക്കൊന്ന് അറിഞ്ഞാലോ. ചന്ദ്രന്റെ പര്യായ പദങ്ങൾ നിങ്ങൾക്കറിയാം. അമ്പിളി, ഇന്ദു, തിങ്കൾ, സോമൻ, ശശി, ശശാങ്കൻ, ഇതൊക്കെ ചന്ദ്രന്റെ പര്യായ പദങ്ങളാണ്. പിന്നെ ഇനി ചാന്ദ്രദിനം എന്നാണ്? ജൂലൈ 11 ചാന്ദ്രദിനം. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ഒരാളുണ്ട് കേട്ടോ. നമ്മൾ ഇന്ത്യക്കാരല്ല, അമേരിക്കയാണ് അവരെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്. നീൽ ആംസ്ട്രോങ് ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും നീൽ ആംസ്ട്രോങ് മാത്രമാണോ എന്ന്? അല്ല, വേറെയും പേരുണ്ട്. പക്ഷെ ആദ്യമായിട്ട് ചന്ദ്ര ഉപരിതലത്തില് കാലുകുത്തിയത് നീൽ ആംസ്ട്രോങ് ആണ്. പിന്നെ ഉള്ളത്, ഏതോ ഒരു വാഹനം ഇല്ലാതെ അവർക്ക് അവിടെ പോകാൻ പറ്റില്ല അല്ലെ. അപ്പോളോ 11 എന്ന് പറയുന്ന ബഹിരാകാശ പേടകത്തിലാണ്, ഈ ഒരു വാഹനത്തിലാണ് നമ്മുടെ നീൽ ആംസ്ട്രോങ്ങും കൂട്ടരും അവിടെ എത്തിയത്. അപ്പോളോ 11. ഇനി ചന്ദ്രനെ കുറിച്ചുള്ള ഒരു പഠനമാണ് സെലനോളജി. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം സെലനോളജി. ഇനി ചന്ദ്രയാൻ 1 എന്ന് പറയുന്ന ഒരു ദൗത്യമുണ്ട്. അത് വിക്ഷേപിച്ച വർഷം 2008. പിന്നെ അത് കഴിഞ്ഞ് ചന്ദ്രയാൻ 2 വിക്ഷേപിച്ചു. അത് 2019. ഇനി നിങ്ങൾക്കുള്ള ഒരു ചോദ്യമാണ്, ചന്ദ്രയാൻ 3 വിക്ഷേപിച്ചിട്ടുണ്ട്. ഉത്തരം ഞാൻ പറഞ്ഞു തരുന്നില്ല. ചന്ദ്രയാൻ 3 വിക്ഷേപിച്ച വർഷം ഏതാണ് എന്നാണ്. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യാം, ആർക്കൊക്കെ അറിയാൻ നോക്കാം. അപ്പൊ ബൈ.